നമസ്കാരം. മലപ്പുറം പ്രസ്താവന സംബന്ധിച്ച ചോദ്യങ്ങളോട് ക്ഷുഭിതനായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമപ്രവർത്തകരോട് കയർക്കുകയും റിപ്പോർട്ടർ ചാനലിന്റെ മൈക്ക് തള്ളിമാറ്റുകയും ചെയ്തു. അദ്ദേഹം മലപ്പുറം പരാമർശത്തിൽ പ്രതികരണം തേടിയപ്പോഴായിരുന്നു വെള്ളാപ്പള്ളി ക്ഷുഭിതനായത്. വർക്കല ശിവഗിരി മഠത്തിന്റെ വാർഷിക പരിപാടിക്ക് ശേഷം മടങ്ങുന്നതിനിടയിലാണ് സംഭവം. മലപ്പുറം അടക്കമുള്ള മലബാറിലെ 3 ജില്ലകളിൽ SNDPക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ കഴിയുന്നില്ലെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. സ്ഥലം വാങ്ങാൻ കഴിയുന്നില്ലേ എന്ന ചോദ്യത്തിന് SNDPക്ക് സ്ഥലമൊക്കെ ഉണ്ടെന്നും എന്നാൽ അനുമതി കിട്ടുന്നില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. താൻ മലപ്പുറത്തെക്കുറിച്ച് മുൻപ് പറഞ്ഞത് ശരിയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഇതിനുശേഷമായിരുന്നു നിങ്ങൾ കുറേ കാലമായി തുടങ്ങിയിട്ടെന്ന് പറഞ്ഞ് റിപ്പോർട്ടറിന്റെ മൈക്ക് പിടിച്ച് തള്ളി മാറ്റിയത്. തുടർന്ന് കാർ കയറി വെള്ളാപ്പള്ളി പോവുകയും ചെയ്തു. CPIക്കെതിരെയും വെള്ളാപ്പള്ളി രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ചതിയൻ ചന്തുമാരാണ് CPI എന്നും 10 വർഷം കൂടെ നിന്ന് എല്ലാം നേടിയിട്ട് ഇപ്പോൾ സർക്കാരിനെ തള്ളി പറയുകയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. വിമർശിക്കേണ്ടത് പാർട്ടിക്കുള്ളിലാണെന്നും പുറത്തല്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം കാറിൽ സഞ്ചരിച്ചതുമായി ബന്ധപ്പെട്ട വിമർശനത്തിലും വെള്ളാപ്പള്ളി മറുപടി നൽകി. താൻ മുഖ്യമന്ത്രിക്കൊപ്പം കാറിൽ കയറിയതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ച വെള്ളാപ്പള്ളി താൻ അയിത്ത ജാതിക്കാരനാണോ എന്നും ചോദിച്ചു. ഉയർന്ന ജാതിക്കാരൻ കയറിയെങ്കിൽ നിങ്ങൾ പ്രശ്നമാക്കുമായിരുന്നു എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. മൂന്നാമതും പിണറായി തന്നെ അധികാരത്തിൽ വരുമെന്നും ഇനിയും അത് പറയാൻ തയ്യാറാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ശബരിമലയിൽ കൊള്ള നടത്തിയവരെ പിടിക്കട്ടെ, അതാരായാലും പിടിക്കട്ടെ. അവർ ശക്തമായ നടപടിയെടുക്കുന്നില്ലേ? കോടതി പറയുന്നതെല്ലാം ചെയ്യുന്നില്ലേ? ഇപ്പോൾ ജയിലിൽ കിടക്കുന്നയാൾ കൊള്ളക്കാരനാണെന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഉപ്പ് തിന്നുന്നവർ വെള്ളം കുടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിന് മറുപടിയുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും രംഗത്ത് വന്നു. ചതിയൻ ചന്തു പ്രയോഗം ചെയ്യുന്നത് വെള്ളാപ്പള്ളിക്കാണെന്ന് അദ്ദേഹം പറഞ്ഞു. LDFന് മാർക്കിടാൻ വെള്ളാപ്പള്ളിയെ ഏൽപ്പിച്ചിട്ടില്ലെന്നും ബിനോയ് വിശ്വം തിരിച്ചടിച്ചു. വെള്ളാപ്പള്ളിയല്ല LDFന്റെ മുഖമല്ല വെള്ളാപ്പള്ളിയെ തന്റെ കാറിൽ കയറ്റില്ലെന്നും മുഖ്യമന്ത്രി ഉന്നമിട്ടുള്ള വിമർശനം CPIയിൽ ഉണ്ടായിട്ടില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. വെള്ളാപ്പള്ളി യഥാർത്ഥ വിശ്വാസിയാണോ എന്ന് മാധ്യമങ്ങൾ വിലയിരുത്തണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ജനങ്ങളുടെ വിധിയെഴുത്തിനെ തല താഴ്ത്തി പിടിച്ചുകൊണ്ട് അംഗീകരിക്കും. എന്തുകൊണ്ട് ജനവിധി ഇങ്ങനെയായെന്ന് സ്വയം ചോദിക്കും. കാരണം കണ്ടുപിടിച്ചു കഴിഞ്ഞ് തെറ്റുകൾ കണ്ടെത്തിയാൽ അത് തിരുത്തും. ഈ ആർജവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമാണുള്ളത്. വീഴ്ചയിൽ നിന്ന് തിരിച്ചു വരികയും മുന്നോട്ട് പോവുകയും ചെയ്യും. ഈ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ LDFന്റെ 3-ാം ഊഴം ഉറപ്പാണ്. ഇതിന്റെ ഭാഗമായി പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങൾ പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു.